നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിക്കുന്നതിൽ പ്രധാനികൾ അന്യസംസ്ഥാനക്കാരാണ്. പ്ലൈവുഡ് സ്ഥാപനങ്ങളിലും നിർമ്മാണ മേഖലകളിലുമെല്ലാം തൊഴിൽ ചെയ്യുന്നവർ ലഹരി ഇടപാടുകാരായി പ്രവർത്തിക്കുന്നുണ്ട്. അടൂർ KSRTC സ്റ്റാൻഡിൽ പുകയില ഉൽപ്പന്നങ്ങളുമായി അസം സ്വദേശി പിടിയിലായതിന് തൊട്ടു പിന്നാലെ കൊല്ലത്തും വൻ ലഹരിവേട്ട നടന്നു. വാഹനത്തിൽ മിനറൽ വാട്ടർ കച്ചവടമെന്ന വ്യാജേന ലഹരി വസ്തുക്കൾ കടത്തിയ 2 പേരെ കൊട്ടിയം പോലീസാണ് പിടികൂടിയത്. പുലർച്ചെ കൊട്ടിയം മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മംഗലാപുരം സ്വദേശി സവാദ്, പൊന്നാനി സ്വദേശി അമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ രജിസ്ട്രേഷനുള്ള ലോറിയിൽ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പ്രതികൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. വാഹനം തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോൾ കുടിവെള്ളം കൊണ്ടുപോവുകയാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. മിനറൽ വാട്ടർ നിറച്ച ബോട്ടിലുകൾ എടുത്തുമാറ്റി പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ നിറച്ച് ഒളിപ്പിച്ച നിലയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 225 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതികൾ ഈ വണ്ടി കൊണ്ടുവന്ന ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് വാട്സാപ്പിൽ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇവർ വണ്ടി അവിടെ ഇട്ടിട്ട് പോകും. അതിൻ്റെ ഏത് ഗോഡൗണിലേക്കാണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആളുകൾ വന്ന് ഈ വണ്ടി കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് തിരിച്ചിവിടെ വണ്ടി കൊണ്ടിട്ട് കൊടുക്കും. സോ അതിന് ഇനി ബാക്കിയുള്ള കണ്ണികളെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ഓഫ് സംഘം പതിയിരുന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ